കൊല്ലം കളക്ടറേറ്റിന് ബോംബ് ഭീഷണി. പോലീസ് പരിശോധന ആരംഭിച്ചു. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. രാവിലെ എത്തിയ സന്ദേശം ജീവനക്കാർ കണ്ടത് അല്പസമയം മുമ്പാണ്. അതിനുശേഷമാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, നേരത്തെയും മറ്റു ചില കളക്ടറേറ്റുകൾക്കും സമാനമായ രീതിയിലുള്ള സന്ദേശം എത്തിയിരുന്നു. അതൊരു വ്യാജ ബോംബ് ഭീഷണിയാണ് എന്നുള്ള കാര്യം പിന്നീടുള്ള പരിശോധനയിൽ കണ്ടെത്തി. കൊല്ലത്തും ആശങ്കയൊന്നുമില്ല എന്ന് തോന്നുന്നു. എങ്കിലും പരിശോധന എങ്ങനെ? റിജിത്ത്, അല്പസമയം മുമ്പാണ് കൊല്ലം കളക്ടറേറ്റിൽ ഇത്തരത്തിലൊരു ബോംബ് ഭീഷണിയുടെ സന്ദേശം ലഭിച്ചത്. അത് ജീവനക്കാർ അറിഞ്ഞത് അല്പം വൈകിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കൊല്ലം കളക്ടറേറ്റിന്റെ വിവിധയിടങ്ങളിൽ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ പോലീസും അടക്കമുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. രാവിലെ ആ സന്ദേശം എത്തിയ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകൾക്കൊപ്പം തന്നെ കൊല്ലം ജില്ലയിലും ഇത്തരത്തിൽ ബോംബ് ഭീഷണി എത്തിയിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറെ പ്രധാനം കൊല്ലത്തെ സംബന്ധിച്ച ഒരു പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം ബോംബ് സ്ഫോടന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കളക്ടറേറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീഷണിയെ അത് ഗൗരവ സ്വഭാവത്തിൽ തന്നെയാണ് നിലവിൽ പോലീസും ഡോസ്കോഡും കാണുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധന ഇപ്പോൾ കളക്ടറേറ്റിന്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. കാരണം പത്തനംതിട്ടയെ പോലെയോ തിരുവനന്തപുരത്തെ പോലെയോ അത്ര നിസ്സാരമായി തള്ളിക്കളയുന്നില്ല ഈ ഭീഷണി എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. കാരണം നേരത്തെ കൊല്ലം കളക്ടറേറ്റിനെ കേന്ദ്രീകരിച്ച് ബോംബ് ആക്രമണം അടക്കം നടന്നതാണ്. അതുകൊണ്ട് ബോംബ് സ്ഫോടനം അടക്കം നടന്നതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഓരോ ഇടങ്ങളും കൃത്യമായി പരിശോധിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാവിലെ എത്തിയ ഇമെയിൽ സന്ദേശം ഇത്ര വൈകി ജീവനക്കാർ കണ്ടതെന്ന ചോദ്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ ബാക്കിയാവുന്നത്. ഒരുപക്ഷെ വിവിധ ഇടങ്ങളിലുള്ള പരിശോധന അത് കൂടുതൽ സമയം വേണ്ടിവരും. കളക്ടറിനെ സംബന്ധിച്ച് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഓരോ ഇടങ്ങളിലും പരിശോധന. അത് ഇനി വ്യാജ ഭീഷണിയാണെങ്കിൽ പോലും ഇത്തരമൊരു ഭീഷണി സന്ദേശം വന്ന സ്ഥിതിക്ക് അതിൽ ഒരു പരിശോധന അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥലം പൂർണ്ണമായും സീസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പരിശോധന തുടരുന്നത്. ഓരോ ഇടങ്ങളും അത് വളരെ കേന്ദ്രീകൃതമായ ഒരു അന്വേഷണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയം ഇപ്പോൾ നിലവിൽ പോലീസ് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു തന്നെയാണ് കൊല്ലം കളക്ടറേറ്റിന്റെ പ്രീവിയസ് ഹിസ്റ്ററി, അതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വളരെ ഗൗരവ സ്വഭാവത്തോടെ ഇപ്പോഴും ഈ പരിശോധന കൊല്ലം കളക്ടറേറ്റിൽ തുടരുന്നത്. രാവിലെ നമ്മൾ കണ്ടതാണ് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും സമാന ഭീഷണികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ ഭീഷണി പൂർണ്ണമായും പരിശോധിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമവും നടത്തി. ഇതിനുശേഷം അല്പസമയം മുമ്പാണ് ഈ കൊല്ലത്തും സമാന രീതിയിലൊരു ഭീഷണി വന്നു എന്ന കാര്യം പോലീസ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ കൊല്ലം കളക്ടറേറ്റിൽ തുടരുന്നത്. അരുൺരാജ്, ഏത് മെയിലിലേക്കാണ് ഈ ഭീഷണി സന്ദേശം വന്നത്? അതിന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ട് പൊതുവായൊരു പരിശോധന നടക്കുന്നുണ്ട് ഈ മറ്റ് കളക്ടറേറ്റുകളിൽ കൂടി ഈ സന്ദേശം വന്ന പശ്ചാത്തലത്തിൽ. എങ്കിലും എന്തെങ്കിലും സൂചനകളോ മറ്റോ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ അരുൺരാജ്? റിജിത്ത്, രാവിലെ അത് 3 കളക്ടറേറ്റുകൾക്കാണ് ഭീഷണി എത്തിയത്. ഈ 3 കളക്ടറേറ്റിലേക്കും എത്തിയത് ഒരേ സ്ഥലത്ത് നിന്നാണ് എന്നുള്ള പ്രാഥമികമായ നിഗമനം ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്. അങ്ങനെ ഈ 3 കളക്ടറേറ്റിലേക്കും അയച്ചു. അങ്ങനെ ആദ്യ 2 ഘട്ടത്തിൽ പരിശോധന നടത്തി. അത് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും നടത്തി. അവിടെ മറ്റൊന്നും അസ്വാഭാവികമായ രീതിയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഈ കൊല്ലം കളക്ടറേറ്റിൽ അവസാന ഘട്ടത്തിൽ മെയിലിന്റെ സന്ദേശം എത്തിയതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചത്. അത് ഈ കളക്ടർക്ക് ലഭിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. നമ്മൾ ഈ വിവിധ കളക്ടറേറ്റുകളിൽ ഇത്തരം ഭീഷണി ഉണ്ടായപ്പോൾ തന്നെ ഇത്തരം ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് കളക്ടറെ അടക്കം വിളിച്ച് തിരക്കിയതാണ്. പക്ഷേ അപ്പോഴൊന്നും ഇത്തരം സാഹചര്യമോ ഇത്തരം ഭീഷണിയോ തങ്ങൾക്കില്ല എന്നതായിരുന്നു ജില്ലാ ഭരണകൂടത്തിൽ ലഭിച്ച മറുപടി. ഇതിനുശേഷമാണ് അല്പസമയം മുമ്പ് ഇത്തരത്തിൽ ഈ ഭീഷണി സന്ദേശം ലഭിച്ചു എന്ന വിവരം പോലീസിനെ അത് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. എന്തായാലും ഈ പരിശോധന നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പരിശോധന വിവിധ ഇടങ്ങളിൽ, അത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കളക്ടറേറ്റിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. അവിടെ ഈ പരിശോധന തുടരുകയാണ്. അത് ഈ വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുണ്ട്. കാരണം വിവിധ ഇടങ്ങളിൽ ഈ വേസ്റ്റുകളടക്കം അതുപോലെ തന്നെ ഇലക്ഷൻ സാമഗ്രികളടക്കം അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പരിശോധന വളരെ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഒരു ഭീഷണി സന്ദേശമാണ്. സ്വാഭാവികമായും ഒരു പരിശോധന നടത്താതെ അതിനെ തള്ളിക്കളയുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് കഴിയില്ല. അതുകൊണ്ടാണ് വിശദമായ പരിശോധനയിലേക്ക് നിലവിൽ പോലീസ് ഇപ്പോൾ നടക്കുന്നത്. ഡോഗ് സ്ക്വാഡിനെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള പരിശോധന അതിന്റെ ഓരോ ഇടങ്ങളിലും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. എന്തായാലും ഈ നിലവിൽ കഴിഞ്ഞ കുറച്ചധികം മിനിറ്റുകളായി ഈ പരിശോധന തുടരുകയാണ്. ഈ 4 സൈഡും ഈ കളക്ടറേറ്റിലേക്ക് കടന്നു വരാനുള്ള എല്ലാ വാതിലുകളും പൂർണ്ണമായും ലോക്ക് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ പരിശോധന തുടരുന്നത്. ജീവനക്കാർ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു വലിയ ആശ്വാസം. അതിനപ്പുറം ഈ ജീവനക്കാർ ഇവിടെ ഇല്ലാത്തതും പരിശോധനയെ കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കൊല്ലം കളക്ടറേറ്റിൽ നമുക്കറിയാം നേരത്തെ കൊല്ലം കളക്ടറേറ്റിൽ ബോംബ് സ്ഫോടനം അടക്കം നടന്നതാണ്. അതുകൊണ്ട് ആ പ്രീവിയസ് ഹിസ്റ്ററി നിൽക്കുന്നത് കൊണ്ടാണ് വളരെ ഗൗരവത്തോടെ കാണുന്നത്. അത് ആ ഗൗരവ സ്വഭാവത്തോടെ തന്നെ വിവിധ ഇടങ്ങളിൽ വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ട് ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്.
അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നേരത്തെ തന്നെ ഈ സന്ദേശം എത്തിയിരുന്നു, പക്ഷേ അത് പെട്ടത് അല്പസമയം മുമ്പാണ്. അതിന് പിന്നാലെയാണ് അവിടെ വിശദമായ പരിശോധന ബോംബ് സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. നേരത്തെ ഈ തിരുവനന്തപുരം, പത്തനംതിട്ട കളക്ടറേറ്റുകളിലും സമാനമായ രീതിയിലുള്ള ഭീഷണി സന്ദേശം എത്തിയിരുന്നു. തുടർന്ന് അവിടെ വളരെ വിശദമായ പരിശോധന നടന്നിരുന്നു. പക്ഷേ അസ്വാഭാവികമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ കൊല്ലം കളക്ടറേറ്റിലെ ഭീഷണി സന്ദേശവും ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ അവിടെ പരിശോധന നടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.